ഇന്നലെ കാസിരംഗിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ 8 മണിക്കൂറിന് ശേഷം നാഗാലാൻഡ് എത്തിയപ്പോൾ എനിക്കൊരൊറ്റ കാര്യം പറയാണ്ടായിരുന്നുള്ളൂ. ഫുഡ് മുഖ്യം ബിഗിലേ. സംഭവം നല്ല കളർഫുൾ ആയി. ഈ ഡൈനിങ് ടേബിളിൽ മത്തങ്ങ വെക്കുന്നതിന്റെ കുട്ടൻസ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ നല്ലൊരു ഉറക്കൊക്കെ പാസ്സാക്കി പിറ്റേന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ ഇറങ്ങി. സത്യം പറഞ്ഞാൽ കേരളത്തിലെ റോട്ടിൽ കൂടെ പോലും ഞാൻ ഇങ്ങനെ സാരി എടുത്ത് നടന്നിട്ടില്ല. നിങ്ങൾ ഈ പൂരങ്ങളുടെ പൂരം കേട്ടിട്ടില്ലേ? അതുപോലെ ഫെസ്റ്റിവലുകളുടെ ഫെസ്റ്റിവലായ ഹോൺബിൽ ഫെസ്റ്റിവലിനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് നടന്ന് ക്ഷീണിച്ചോണ്ടാണോ എന്ന് അറിയില്ല, ചേട്ടന്മാരൊക്കെ അവരുടെ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് വെച്ചാണ് തുടങ്ങിയത്. സത്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന്റെ മോന്ത കണ്ടാൽ തന്നെ അറിയില്ലേ. ലൈഫിൽ ആദ്യമായിട്ടാണ് കൾച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നിട്ട് പോലും നമ്മുടെ ഒപ്പം അടിച്ചു പൊളിക്കാൻ അവർക്കൊരു മടുപ്പും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഐ എം വെരി ലക്കി. ഹോൺബിൽ ഫെസ്റ്റിവൽ ഒരു സ്വപ്നമായിട്ട് മാറുന്നതിന് മുന്നേ അതിനെക്കുറിച്ച് അറിഞ്ഞ അതേ വർഷം തന്നെ വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ ഈ ട്രിപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി ഇത് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. നാഗാലാൻഡിൽ മെയിൻ ആയിട്ട് 17ഓളം ട്രൈബ്സ് ഉണ്ട്. ഇവരെല്ലാം ഇവരുടെ യുണീക്ക് ആയിട്ടുള്ള കൾച്ചറും പാരമ്പര്യവും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഇന്റർ ട്രൈബൽ ഇന്ററാക്ഷൻസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാ വർഷവും ഡിസംബർ 1 മുതൽ 10 വരെ നാഗാലാൻഡിലെ കിസാമയിൽ വെച്ച് നടത്തുന്ന ഫെസ്റ്റിവലുകളുടെ ഫെസ്റ്റിവലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇവിടെ നമുക്ക് അവരുടെ ഫുഡും കൾച്ചറും രീതികളും എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സേ ഹൈ ടു കേരള എന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയുള്ളൂ. ആക്ച്വലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരുടെ ഫുഡ് കാണാൻ. ചിക്കൻ ഉണ്ട്, പോർക്ക് ഉണ്ട്, ബീഫ് ഉണ്ട്, പച്ചപ്പുൽച്ചാടി, മഞ്ഞപ്പുൽച്ചാടി, അങ്ങനെ എത്ര അച്ചാറുകൾ. ആ നിൽക്കുന്നവൾക്ക് വിഷമം ഉണ്ടാന്ന് കരുതി ഞാൻ കുറച്ച് തേൻ ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് അതും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവരുടെ റോസ് പെറ്റൽ സെക്യൂരിറ്റി അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടുന്ന് പട്ടിയിറച്ചിയും പുഴുവും പോർക്കൊക്കെ ട്രൈ ചെയ്യാത്തതായിട്ട് ഞങ്ങൾ 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ കാണുന്ന മിഥുനെന്ന കാട്ടുപോത്തിനെയും പോർക്കിനെയൊന്നും ഞാൻ ജീവനോട് പോലും ഇത്ര അടുത്ത് കണ്ടിട്ടില്ല. അവരുടേതായിട്ട് ഞാൻ ട്രൈ ചെയ്ത ഒരേ ഒരു സാധനം ഫ്രൈഡ് റൈസ് ആണ്. ആൻഡ് ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ അവരുടെ കോൺസേർട്ടിന് പങ്കെടുക്കാനാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത്. ആ കോൺസേർട്ടിന് ഉണ്ടായിരുന്ന ക്രൗഡ് എന്നെ സത്യത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൊ ഫെസ്റ്റിവലിന്റെ കലാശക്കൊട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം.